അങ്ങനെ 3 ദിവസത്തെ എൻ്റെ പരിശ്രമത്തിനൊടുവിൽ കിട്ടിപ്പോയി. ഇന്നാണെങ്കിൽ എവിടെ കാല് വെച്ചാലും വീഴുക. ഈ ഗുഹയുടെ ഉള്ളിലാണ് നമ്മുടെ ലോണ്ടറി റൂം വരുന്നത്. നമ്മുടെ കീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. 3 ബിൽഡിങ്ങിലെ ഇത്രയധികം അപ്പാർട്ട്മെന്റ്സിന് കൂടെ ഒരു വാഷിംഗ് മെഷീനും ഒരു ഡ്രയറും പിന്നെ എങ്ങനെ നമുക്ക് സ്ലോട്ട് കിട്ടും? അങ്ങനെ രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് ബുക്ക് ചെയ്യാൻ നേരത്തെ എനിക്ക് സ്ലോട്ട് കിട്ടിയത് രാത്രി 7 മണി തൊട്ട് 9 മണി വരെ. 1 അവർ വാഷിങ്ങിന് വേണ്ടിയിട്ടും 1 അവർ ഡ്രയറിന് വേണ്ടിയിട്ടും. 1 മണിക്കൂറത്തെ വാഷിങ്ങിന് ഇട്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്തു. ആ സമയത്ത് അവിടെ ഡ്രയർ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. 8 മണിക്ക് വാഷിങ് തരും. 7:45 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ടാമതും വീഴാൻ പോയി. അവിടെ കുറേ വേസ്റ്റ് ബാസ്ക്കറ്റുകളുണ്ട്. അതിൽ ഓരോന്നിലും ഓരോന്നാണ് ഇടേണ്ടത്. പ്ലാസ്റ്റിക്കിന് സെപ്പറേറ്റ്, ഫുഡ് വേസ്റ്റുകൾക്ക് സെപ്പറേറ്റ്. നമുക്കൊന്നും കൂടുതലും ഫുഡ് വേസ്റ്റ് ആയ കാരണം ഞാൻ അതിലേക്കാണ് എടുത്തിട്ടത്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും വാഷിംഗ് റൂമിലേക്ക് എത്തിയിട്ട് വാഷ് ചെയ്തതൊക്കെ എടുത്ത് ഡ്രയറിലേക്ക് എടുത്തിട്ടു. ഡ്രയറിലും 1 അവറാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന സമയം. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ തുറക്കണതാണ് സ്റ്റോർ റൂം. അവിടെയും നമ്മുടെ കീ ഉപയോഗിച്ചിട്ട് തന്നെയാണ് തുറക്കണത്. നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഞങ്ങൾക്ക് പിന്നെ റൂമിൽ ഇഷ്ടംപോലെ സ്ഥലമുള്ള കാരണം ഞങ്ങൾ ഇവിടെ കൊടുന്ന് വെക്കാറൊന്നുമില്ല. ഇനി തുറക്കണ വാതിലാണ് ഹീറ്റിംഗ് റൂം. ഇവിടേക്ക് കയറണമെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യണം കേട്ടോ. ഈ റൂമിൻ്റെ ഉള്ളിൽ വേറെ 2 ഡോറും കൂടി ഉണ്ട്. ഒരെണ്ണം വാഷ്റൂമാണ്. അതിൽ നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ ചൂട് കിട്ടാനായിട്ട് അവിടേക്ക് കിടക്കാൻ നമുക്ക് ഒട്ടും പറ്റില്ല. ഭയങ്കര ചൂടാണ്. ബുക്ക് ചെയ്ത 1 അവർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡ്രയറിൻ്റെ അവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോഴത്തേക്കും വേറെ ആൾക്കാർ വന്നു കേട്ടോ ആ റൂമിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഡ്രയറിൽ നിന്ന് തുണികളൊക്കെ എടുത്ത് വീട്ടിലേക്ക് നടന്നു പോയി. അപ്പോൾ ഓക്കെ, ബൈ.